ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഈ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥിയായ പാസ്റ്റർ സുജീന്ദ്രനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. സുജീന്ദ്രനോട് ഞാൻ പറഞ്ഞിട്ടില്ല, അതിപ്പോഴാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കഥാവിൻ്റെ ദാസൻ 2005 ശേഷം 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. പക്ഷെങ്കിലും തിരുവനന്തപുരത്തുള്ള എൻ്റെ വിദ്യാർത്ഥികളോട് അന്വേഷിക്കും, എങ്ങനെയുണ്ട് ശുശ്രൂഷകൾ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ നടത്തുന്നു എന്ന് കേൾക്കാനിടയായി. ദൈവത്തിന് പലപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി വരാൻ അവസരം നൽകിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യും. എന്നെ മീറ്റിങ്ങിൽ ക്ഷണിച്ച പാസ്റ്റർ തങ്കച്ചൻ അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഫോണിൽ മാത്രമാണ് ബന്ധം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവദാസനോട് ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിപ്പാൻ അവസരം നൽകിയല്ലോ. അതുപോലെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ ഗായക സംഘം വോയിസ് ഓഫ് സ്തുതി, മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത ഒരു വാക്കാണ് ഞാൻ കേട്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഈ സ്റ്റേജിലായിരിക്കും, പാസ്റ്റർ ജോയില്ലേ, ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് പാസ്റ്റർ ജസ്റ്റിന് എൻ്റെ അനിയനെ പരിചയമുണ്ടല്ലേ. അതെ, ഇത് ഇപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ അനുജനെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് അരിപ്പാൻ ദൈവം നൽകിയ കൃപകൾക്കായി സ്തോത്രം. എൻ്റെ കൂടെ എൻ്റെ സഹോദരൻ പാസ്റ്റർ സാമോനി എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം വന്നിട്ടുണ്ട്. ദൈവത്തിന് ഞങ്ങളാണ് ദിവസങ്ങളെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്ത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എൻ്റെ സന്തോഷ സഹചാരിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. സന്തോഷമുണ്ടോ? നല്ലൊരു ഹല്ലേലൂയ പറയാം. ഒന്നുകൂടെ ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ഹല്ലേലൂയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ഇന്നലെ രാത്രിയിലെ കൺവെൻഷൻ ആണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞപ്പം ഹല്ലേലു വയ്യാന്ന് നിൽക്കുന്ന ഒരു ശൈലിയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഹല്ലേലൂയ പറയുന്നതൊക്കെ വിരളമാണ്. ഇവിടെ ഞങ്ങൾ തകർപ്പൻ ഹല്ലേലൂയ പറയുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ ഭൂമിയിലെ ഭാഷയല്ല, സ്വർഗീയ ഭാഷയാണ്. ഇന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ആദ്യത്തെ ദിവസം എൻ്റെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളാണ് പാസ്റ്റർ CG ആന്റണി. അദ്ദേഹം പ്രസംഗിച്ച ഈ സ്റ്റേജിൽ എനിക്കൊരു പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നതിന് ഭാഗ്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. ഹല്ലേലൂയ. അതുപോലെ നിജു അടൂര് കഥാവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ അവസാന രാത്രിയിൽ നമുക്ക് അല്പസമയം ദൈവവചന ധ്യാനത്തിലേക്ക് വരാം. നിങ്ങളെൻ്റെ കൂടെ വരണം. ഞാൻ അല്പം സ്പീഡുണ്ടോ ഇല്ല, അത്ര സ്ലോ ആണോ അതില്ല, ഇടപരുവത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഇതൊരു സുവിശേഷ യോഗമായതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലെ ചിന്ത പച്ചയ്ക്ക് സുവിശേഷം പറയണം. സുവിശേഷ യോഗം അത് രോഗശാന്തി നൽകുന്ന യോഗമാണ്, സമാധാനം നൽകുന്ന യോഗമാണ്, ശാപത്തിൻ്റെ മേൽ വിടുതൽ നൽകുന്ന യോഗമാണ്. എന്നാൽ സുവിശേഷ യോഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പാപത്തിൽ നിന്നും രക്ഷ നൽകുന്ന സന്ദേശം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങൾ രോഗം സൗഖ്യമാകുന്നതിനേക്കാൾ, നിങ്ങളുടെ കടഭാരം മാറുന്നതിനേക്കാൾ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതിനേക്കാൾ
നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി കാണണം. നിങ്ങൾ നിത്യതയിൽ കാണണമെന്നും ആണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനാണ് ഈ സുവിശേഷ യോഗം വെച്ചിരിക്കുന്നത്. എന്റെ കൂടെ ഉള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. നമുക്ക് ഒരു പ്രത്യേക ഏരിയയിലേക്ക് പോകാം. നമുക്കൊരു വേദഭാഗത്തിലേക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചത്. മൈക്കുണ്ടോ? ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യം. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർക്ക് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാൻ ഞാൻ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് പോയാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. ഈ വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് രാത്രി നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ഉപമയല്ല. ചിലർ ഇതിനെ ഉപമയെന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇതൊരു ഉപമയല്ല, ഇതൊരു സംഭവമാണ്. മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം നൽകുന്ന കർത്താവ് പറഞ്ഞ സംഭവമാണിത്. എന്താ ഞാൻ പറഞ്ഞേ? മരണത്തിന് ശേഷം. ആ പദം കേൾക്കുമ്പോൾ തന്നെ പേടിയാ. മരണം എന്ന പദം കേൾക്കുന്നത് തന്നെ ആളുകൾക്ക് ഇഷ്ടമല്ല, ഭയവുമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യമേ ഈ രാത്രി ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ, ഒരു പക്ഷേ ഈ രാത്രി നമ്മുടെ പ്രാണൻ പോയാൽ സ്വർഗത്തിൽ പോകുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ രാത്രി വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് നമ്മുടെ പ്രാണൻ പോയാൽ, നമുക്ക് മരണം സംഭവിച്ചാൽ, ഞാൻ കർത്താവിന്റെ അടുക്കൽ നിശ്ചയമായും ചെല്ലും, സ്വർഗത്തിൽ ചെല്ലുമെന്ന് എത്ര പേർക്ക് ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഞാൻ ചിലരുടെ കരം പെട്ടെന്ന് ഉയർന്നു കണ്ടു. അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ചോദ്യം പലപ്പോഴും ആളുകളോട് ചോദിക്കുമ്പോൾ ചിലരൊക്കെ ചിരിച്ച് കാണിക്കും. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ: പോകുമെന്നും ഉറപ്പില്ല, പോകത്തില്ലെന്നും ഉറപ്പില്ല. കയ്യാലപ്പുറത്ത് തേങ്ങ മാതിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന മാതിരിയാണ് ആളുകൾ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിലും ഒത്തിരി കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ച്, ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഈ രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത ഉണ്ടാകും. ആമേൻ. ഞാൻ പറയുന്നത് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, നമ്മൾ ജനിച്ചാൽ കർത്താവിന്റെ വരവിന് മുൻപ് മരണമെന്ന യാഥാർത്ഥ്യത്തെ നേരിടേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പോ
ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ മരണത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഇന്നലത്തെ കൺവെൻഷൻ യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്, ശവപ്പെട്ടിയിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് എൻ്റെ ഭാര്യ കരയുന്നത്, എൻ്റെ മക്കള് കരയുന്നത് ഒക്കെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഇപ്പോഴല്ലേ എനിക്ക് കാണാൻ പറ്റൂ. അപ്പോൾ അപ്പുറത്ത് ചെന്ന് ഞാൻ കാണാറുണ്ട്, പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇങ്ങോട്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് ആരാധന കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഭാര്യ അടുക്ക വന്നൊരു പരാതി. ഇനി അങ്ങനെ പറയല്ലേ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അങ്ങനെ പറഞ്ഞ് നിങ്ങളാണോ ആദ്യം മരിക്കുന്നത്, ഞാനാണോ ആദ്യം മരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഏത് സമയവും മരണം വരാൻ സാധ്യതയുണ്ട്, എങ്കിലും ഞാൻ പറയുന്നു, അയാളുടെ തമാശയ്ക്ക് പറഞ്ഞു, നിന്നേക്കാൾ മുമ്പേ കർത്താവ് എന്നെ വിളിക്കുമെന്നാണ് എൻ്റെ ചിന്തയെന്ന് പറയാനിടയായി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾ ആരും ഇപ്പൊ ചാവത്തില്ലെന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പലരുടെ ഇരിപ്പ് കാണും. നിങ്ങൾ നമ്മളൊന്നും ഇതൊന്നും ചിന്തിക്കുന്നത് പോലും ഇല്ല, അല്ല കുഞ്ഞുങ്ങളെ? നമ്മളങ്ങനെ ചിന്തിക്കും. കുഞ്ഞുങ്ങളുടെ ചിന്തയെന്ന് അറിയാമോ? പ്രായമായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ അമ്മച്ചിയുണ്ട്, തലമുടിയൊക്കെ നരച്ച എന്താ ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ അമ്മച്ചിയെ പോലെ ആകുമ്പോഴേ മരണം സംഭവിക്കൂ എന്ന ധാരണയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇപ്പം മരണത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ, ചില സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിച്ചാൽ ആളുകൾ പറയും, ഓ ഇന്ന് വന്ന പാസ്റ്റർ മരണ ശുശ്രൂഷ നടത്തിയിട്ട് പോയെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ആഗ്രഹം എന്താ? ഇപ്പൊ വിടുതൽ, ഇപ്പൊ സൗഖ്യം, ഇപ്പൊ എല്ലാം നടക്കണം. ഞാൻ അതിന് ഭയങ്കര സങ്കടം കേട്ടോ അത് കാണുമ്പോ. ഹല്ലേലൂയ. പലപ്പോഴും ഭൗതിക നന്മകളെ മാത്രം പറഞ്ഞിട്ട് പോകുന്നതല്ല സുവിശേഷം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാറ് കിട്ടിയാലും വീട് കിട്ടിയാലും ഹല്ലേലൂയ ഉയർച്ച കിട്ടിയാലും നന്മ കിട്ടിയാലും ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോയേ പറ്റും. ഹല്ലേലൂയ. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏതു നിമിഷവും നമ്മുടെ വീട്ടിന്റെ മുമ്പാകെ മരണമെന്ന യാഥാർത്ഥ്യം വരുമ്പോൾ മരണത്തിനപ്പുറത്തേക്ക് ഞാൻ ധൈര്യത്തോടെ കടന്നു പോകുമെന്ന് പറയാൻ തന്റേടമുള്ളവർ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? അതിറങ്ങ് തുറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചെന്ന് ആരാധിച്ചാട്ടെ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചെന്ന് ആരാധിച്ചാട്ടെ. ഈ രാത്രി ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, മരണമെന്ന യാഥാർത്ഥ്യം ഹല്ലേലൂയ നമ്മൾ ഒരു ദിവസം ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ ഹല്ലേലൂയ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഈ മരണഭയമില്ലെന്ന് പറയാൻ തന്റേടമുള്ളവർക്ക് അതരന്ന് തുറന്ന് ശക്തിയോടെ അവരെ സ്തുതിച്ചെന്ന് ആരാധിച്ചാട്ടെ. Praise the Lord. Hallelujah. ഈ വേദഭാഗത്ത് രണ്ടു പേരുടെ മരണത്തെയാണ് കാണിക്കുന്നത്. രണ്ടുപേരെ ഇതിനകത്തു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ ആള് ധനവാനാണ്, രണ്ടാമത്തെ ആള് ദരിദ്രനാണ്. ഒന്നാമത്തെ ആളിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, രണ്ടാമത്തെ ആളിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ആളിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധനവാനായിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ആസ്തി വെളിപ്പെടുത്തുന്നുണ്ട്, അവന്റെ ജീവിത ശൈലി വെളിപ്പെടുത്തുന്നുണ്ട്, അവൻ എങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കഥ പറയുകയാണ്, അവൻ ധനവാനാണ്. ഹല്ലേലൂയ. ധനവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആരെയൊക്കെ ഓടും? അദാനിയെ ഓർക്കും, അംബാനിയെ ഓർക്കും. ഇവരൊക്കെയാണ് ഇവിടുത്തെ ധനവാന്മാര്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, എന്നാ ഒരിക്കലും പണമില്ലാത്ത ആളുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ അല്ല വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ഈ മനുഷ്യനെ കുറിച്ച് പറയാം, അവൻ ഭയങ്കര ആസ്തിയുള്ളവനാണ്. ഭൂമിയിൽ
അയാളെ പോലെ ഭാഗ്യവാൻ ആരുമില്ല. ഇനി അയാളെ ശ്രദ്ധിച്ച അയാളുടെ ഡ്രസ് കോഡ് എഴുതിയിട്ടുണ്ട്. ആ ഡ്രസ് കോഡ് എന്താണ്? ധൂമ്രവസ്ത്രം, പട്ട്. അന്നത്തെ ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് മനുഷ്യൻ ധരിച്ചിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത പദമാണ് ആഡംബരത്തോട് ജീവിക്കുക. ആഡംബരം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തട്ടുകടയിൽ കയറി ഒരു ചായ കുടിച്ചു 10 രൂപ, ഒരു വട കഴിച്ചു 10 രൂപ. ഞങ്ങള് ചായ കൂടി കഴിഞ്ഞപ്പോ 50 രൂപ. എന്നാൽ ചിലരുടെ ഒരു കൺവെൻഷന് ഞാൻ വെളിയിൽ പോയപ്പോ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോയപ്പോ ഒരാൾ എന്നെ കൂട്ടി ഒരു മീറ്റിംഗ്, ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. ഞാൻ പതുക്കെ എനിക്ക് ചായയും 2-3 അവിടുത്തെ ചെറിയ സ്നാക്സും ഒക്കെ വാങ്ങി, നമ്മുടെ നാട്ടിലെ പപ്സ് പോലുള്ളൊരു സാധനമാണ്, അതുമൊക്കെ വാങ്ങി തന്ന് ഞാൻ ആ ബില്ലിലേക്കൊന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ 2 പേരുടെ ചായ കൂടി കഴിഞ്ഞപ്പോൾ 3000 രൂപ. ഞാൻ അവിടെ ഇന്ന് ഇങ്ങനെ കണ്ണു തള്ളിപ്പോയി. കാരണം എന്താ, നാട്ടില് നോക്കിയാൽ ഒരു 50 രൂപയുടെ സാധനമേ ഉള്ളൂ. പക്ഷെ അവിടെ ചായ കൂടി കഴിഞ്ഞപ്പോ 3000 രൂപയായി. എന്ന് പറഞ്ഞാൽ ആഡംബര ശൈലി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, ഈ മനുഷ്യൻ ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആളുകളൊക്കെ ധനവാനാകാൻ ഭയങ്കര വെപ്രാളപ്പെടുന്നത് കാണാറുണ്ട്. ഇവിടുത്തെ ഒത്തിരി ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനാ? MDMA പിടിച്ചെന്ന് പറഞ്ഞ ആളുകളെ അറസ്റ്റ് ചെയ്യും. എന്തിനാണെന്നറിയാമോ? വേഗത്തിൽ പണക്കാരനാകാനുള്ള ചെറുപ്പക്കാരുടെ വ്യഗ്രതയാണ് ഇത്ര മയക്കുമരുന്നുകൾ വിൽക്കാൻ അവർ ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു, ഒരു വ്ളോഗർ, ഒരു സിനിമാ നടി, ഒരു സീരിയൽ നടി അങ്ങനെ മയക്കുമരുന്ന് വിറ്റതിന്റെ പേരിൽ അവളെ അറസ്റ്റ് ചെയ്തു. അവളുടെ ജീവിത ശൈലി തന്നെ എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടലിലാണ് താമസിക്കുന്നത്, വില കൂടിയ വസ്ത്രമാണ് ധരിക്കുന്നത്. അങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കർത്താവിടെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ രണ്ടാമത്തെ ആളിനെ കുറിച്ച് പറയുമ്പോ അവന്റെ പേര് പറഞ്ഞു ലാസർ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഇനി അടുത്ത അവനെ സംബോധന ചെയ്തിരിക്കുന്നത് ദരിദ്രൻ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് അവന് കിട്ടിയിരിക്കുന്നത് ശരീരം മുഴുവനും വ്രണം നിറഞ്ഞവനാണ്. ഇനി അവന്റെ ആഗ്രഹം നോക്കണേ, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം മുറുക്കുക കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ കിട്ടിയല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, അവന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഈ ഭൂമിയിൽ വെച്ച് ഒന്നും ലഭിച്ചില്ല. വാസ്തവത്തിൽ അവൻ ആകെ കിട്ടിയ സുഖം എന്ന് പറയുന്നത് അവന് ചുറ്റിലും കുറെ നായ്ക്കളുണ്ട്. ആ നായ്ക്കൾ വന്ന് അവന്റെ വ്രണത്തെ ഒന്ന് നക്കിക്കൊടുക്കും. അതായിരിക്കാം അവൻ ഈ ഭൂമിയിൽ വെച്ച് കിട്ടിയ ഏറ്റവും സുഖകരമായ ഒരു കാര്യം. നോക്കൂ, കർത്താവ് ഈ ഭൂമിയിലുള്ള 2 ഗ്രൂപ്പുകാരെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ധനാഢ്യരായ ആളുകള്, 2 ദരിദ്രനായ ആളുകള്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ അന്തരം ഭയങ്കരമാണ്. ഹല്ലേലൂയ. ധനവാന്റെ വീട്ടിന്റെ ആ അകത്തു കിടക്കുന്ന അപ്പം മുറുക്കെങ്കിലും കഴിക്കണമെന്നാണ് ഈ ദരിദ്രൻ ആഗ്രഹിച്ചത്. അവനത് കിട്ടിയില്ല. ഇനി ധനവാനെ ഓർത്ത് ഞാൻ ഇടയ്ക്ക് സ്തോത്രം ചെയ്യാറുണ്ട്. എന്താ കാര്യം അറിയാമോ? നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ ഒരു ഭിക്ഷക്കാരൻ വന്ന് സ്ഥിരം കിടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊന്നും ചെയ്യാത്ത ആളെ, പഞ്ചപാവങ്ങൾ. സ്ഥിരം ഒരു ഭിക്ഷക്കാരൻ വന്ന് കിടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ ആട്ടി ഓടിക്കും. പക്ഷേ മരിക്കുന്നിടം വരെ ഈ വാതിക്ക കിടക്കാൻ ഈ ധനവാൻ അനുവദിച്ചു. ആ മനുഷ്യന്റെ നല്ല മനസ്സിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്കൊന്നുമല്ല പറയുന്നത്. പക്ഷേ ധനവാനും മരിച്ചു, ദരിദ്രനായ ലാസറും മരിച്ചു. ലാസർ മരിച്ചപ്പോൾ അവനെ എവിടെ അടക്കിയെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്,
ദൂതന്മാർ വന്ന് ഹല്ലേലൂയ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമിന്റെ മടി എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിന്നോട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അടുത്തത് എന്താണെന്ന് അറിയാമോ? ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. നിങ്ങളത് പറയുമ്പോ തന്നെ അവന്റെ ആഡംബരമായ അടക്കം ഒന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആഡംബരത്തോട് സുഖിച്ച ആ മനുഷ്യന് ആഡംബരത്തോടുള്ള ഒരു അടക്കമായിരിക്കാം ലഭ്യമായത്. പക്ഷേ മരണം ഈ ഒരു വ്യക്തിക്ക് മരണത്തിന് മുൻപ് വിലയുള്ളവനായിരുന്ന ധനവാന് മരണത്തിന് ശേഷം വിലയില്ലാത്തവനായി മാറി. എന്നാൽ മരണത്തിന് മുമ്പ് വിലയില്ലാതിരുന്ന ഒരുത്തൻ മരണത്തിന് ശേഷം വിലയുള്ളവനായി മാറി. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ലാസറിനെ മൈൻഡ് ചെയ്യാതിരുന്ന ധനവാൻ യാതനാസ്ഥലത്തു നിന്നൊരു ഒറ്റ വിളിയാണ്, അബ്രഹാം പിതാവേ, ലാസറിനെ എന്റെ വീട്ടിലൊന്ന് അയക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ വരുന്ന മരണം ഒരു പക്ഷേ നിനക്ക് പ്രാധാന്യമുള്ള വ്യക്തിയാക്കാം, വിലയുള്ള വ്യക്തിയാക്കാം, അല്ല വിലയില്ലാത്ത വ്യക്തിയുമാക്കാം. ഇന്ന് രാത്രി നീ ഭൂമിയിൽ വെച്ചെടുക്കുന്ന തീരുമാനമാണ് അപ്പുറം മരണത്തിനപ്പുറത്ത് നിനക്ക് വിലയുണ്ടോ വിലയില്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഒരാമേൻ പറയാൻ എത്രപേർക്ക് കഴിയും? ഈ രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലേക്ക് മരണം വന്ന് കയറിയാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കുമെന്ന് തീരുമാനിക്കേണ്ട രാത്രിയാണ് ഈ രാത്രി എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ അതരങ്ങ് തുറന്ന് ദൈവമേ എനിക്കത് അറിയാമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അവർ ദൈവത്തിൽ മഹത്വപ്പെടുത്തിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇവിടെ ഒന്നാമത്തെ കാര്യം, മരണം രണ്ടുപേരെയും സമനാക്കുന്നു. ഹല്ലേലൂയ. മരണം എന്താണ്? ഈ രണ്ട് വ്യക്തിയെയും എന്ത് ചെയ്യുക? ഒരുപോലെയാക്കി. പണ്ഡിതനായാലും പാമരനായാലും വലിയവനായാലും ചെറിയവനായാലും കറുത്തവനായാലും വെളുത്തവനായാലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനെയും മരണം തുല്യമാക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഏത് നിമിഷം എന്ത് ചെയ്യും? നമ്മൾ നേരിടുന്ന മരണം ദൈവത്തിന് സ്തോത്രം തുല്യമാക്കുകയാണ്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ ചുമതലയിൽ ഇരിക്കുന്ന കാലം മുതൽ ഞാൻ അനേകരെ അടക്കിയിട്ടുണ്ട്. 4 വയസ്സുകാരനെ മുതൽ 98 വയസ്സ് വരെയുള്ള ആളുകളെ ധാരാളം പേരെ അടക്കിയിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, അങ്ങനെ എണ്ണമെന്ന് ശരിയല്ലല്ലോ. ഹല്ലേലൂയ. പക്ഷേ ധനാഢ്യരായ ആളുകളെയും കണ്ടിട്ടുണ്ട്, പാവപ്പെട്ട ആളുകളെയും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സഭകളുടെ സെല്ലുകളിൽ ഇവരെ അടക്കുമ്പോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ ദരിദ്രരായ ആൾക്കാരും മണ്ണിൽ മറയുന്നു, ഈ ധനാഢ്യരും മണ്ണിൽ മറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവരെ സമനാക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നോക്കിയാൽ, ഭൂമി നോക്കിയാൽ വലിപ്പച്ചെറുപ്പമുണ്ട്, പക്ഷെ മരണത്തിന് വലിപ്പച്ചെറുപ്പമില്ല. ഏതു നിമിഷവും നിന്റെ അടുക്കൽ മരണം വരാം. നിങ്ങൾ ചില മരണ വീട്ടിൽ പോയി ലൈനായി നിൽക്കുമ്പോ ഹല്ലേലൂയ, ആ ലൈൻ വിളിച്ചു പറയുന്നത് അടുത്തത് നീ ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഭയത്തോടിരിക്കണം കേട്ടോ.
വിറയലോടിരിക്കണം. ആരും അഹങ്കരിക്കരുത്. ആരോഗ്യത്തിൽ അഹങ്കരിക്കരുത്. കുടുംബ ശ്രേഷ്ഠതയിൽ അഹങ്കരിക്കരുത്. വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കരുത്. ധനത്തിൽ അഹങ്കരിക്കരുത്. ഹല്ലേലൂയ. ഏതു നിമിഷവും മരണം നിന്നെ തേടി വന്നാൽ നീ പിന്നെ വിലയില്ലാതായി തീരുമെന്ന് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ആ തിരിച്ചറിവ് പ്രാപിക്കലാണ് ഹല്ലേലൂയ വാസ്തവത്തിൽ ഹല്ലേലൂയ ദൈവത്തെ കാണുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തെ ശരിയായി അനുഭവിച്ചറിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒന്നുമില്ല എന്നുള്ള ചിന്ത അകത്ത് കയറുവാൻ ഇടയായി തീരും. എന്റെ കൂടെയുള്ളവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, ഏതു നിമിഷവും നിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നാൽ ഹല്ലേലൂയ അതിനപ്പുറത്തേക്ക് പോകാൻ ഞാൻ ഒരുക്കപ്പെട്ടു എന്ന് ഈ രാത്രി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എത്രവർക്ക് ഗ്രഹിക്കുന്നുണ്ട്? അതരംഗ തുറന്നു ദൈവത്തെ ഒന്ന് ശക്തമായി ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? എം ഡി വാസുദേവൻ സാർ പറയുന്നത് ഇങ്ങനെയാണ്: രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് പറഞ്ഞ ഞാനൊരു കാഴ്ച ഉണ്ട്. വീട്ടിൽ എല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ കൂടിയിരിക്കുക. അപ്പന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. അപ്പന് വലിയ പ്രായമൊന്നുമില്ല, 55 വയസ്സേ ഉള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ചുറ്റുപാടിരുന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള പാട്ട് പാടുക. മുമ്പിൽ ഒരു കേക്ക് വെച്ചു. അദ്ദേഹത്തിന്റെ വയസ്സിന്റെ 55 വയസ്സെന്നുള്ള 2 5 എടുത്ത് അതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. കുറെ മെഴുകുതിരിയുമുണ്ട്. ഇവര് പാട്ട് പാടിയിട്ട് പറഞ്ഞ, അപ്പ ഈ മെഴുകുതിരി ഒന്ന് ഊതിക്കെടുത്ത. ഈ മനുഷ്യൻ മെഴുകുതിരി ഊതാൻ വേണ്ടി കുനിഞ്ഞു. ആ മനുഷ്യൻ ആ കേക്കിന്റെ മുകളിലേക്ക് വീണു. അവർ ഓടി വന്ന് അപ്പ എന്ന് വിളിച്ചപ്പോഴേക്കും ആ മനുഷ്യന്റെ പ്രാണൻ പറന്നുപോയി. അതുകൊണ്ടാണ് എം ഡി വാസുദേവൻ സാർ പറഞ്ഞത്, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. ഹല്ലേലൂയ. ആ ബർത്ത്ഡേ പാർട്ടി അലങ്കോലമാക്കി കളഞ്ഞു മരണം. മറ്റൊരിക്കൽ ഒരു ന്യൂസ് റീഡർ ഇരുന്ന് ഇങ്ങനെ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് 2 കണ്ണും തള്ളി ആ വ്യക്തി അവിടെ പിടഞ്ഞു വീഴുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എത്രയെത്ര മരണം നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഈ രാത്രി ജീവനോടെ വന്നിരിക്കാൻ ദൈവം അനുവദിച്ചതിനും സ്തോത്രം ചെയ്യാൻ എത്രവർക്ക് കഴിയും? ഹല്ലേലൂയ. പോരാ പോരാ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു രോഗശാന്തി കിട്ടുമ്പോൾ നമ്മൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അതിനേക്കാൾ ഉപരി ജീവനോടെ എന്നെ ഈ കസേരയെ കൊണ്ടിരുത്തിയ ദൈവത്തിന് കരമടിച്ച് അവനെ ആരാധിക്കാൻ എത്തവർക്ക് കഴിയും. ഹല്ലേലൂയ. എനിക്ക് ആരോഗ്യം നൽകിയതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഒരു ദിവസം 1,77,779 പേരാണ് ഒരു 24 മണിക്കൂറിൽ മരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 7,116 പേര് മരിക്കും. ഹല്ലേലൂയ. ഒരു മിനിറ്റിൽ 119 പേര് മരിക്കും. ഒരു സെക്കൻഡിൽ ഈ കൈ ഒന്ന് ഞൊടിച്ച ഉടനെ 2 പേര് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. എന്നാൽ അവരുടെ കൂട്ടത്തിലാകാതെ ഈ രാത്രി ഇവിടെ വന്നിരിക്കാൻ ദൈവം ഭാഗ്യം നൽകിയെങ്കിൽ ചെറുപ്പക്കാരെ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ചെറുപ്പക്കാരികളെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ?
എന്തുകൊണ്ടാ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന അറിയാമോ? ഒരിക്കൽ കൂടി ജീവിതത്തെ പരിശോധിച്ച് ഹല്ലേലൂയ വേദപുസ്തകത്തിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ പ്രമാണപ്രകാരം ഒരിക്കൽ കൂടി ഒരുക്കപ്പെടാനാണ് ദൈവം ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ മരിക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇന്നൊരു പക്ഷേ മരണം വന്നാൽ ഞാൻ പറന്നു പോകുമെന്ന് പറയാൻ എത്രവർക്ക് കഴിയും? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഇന്ന് ഞാൻ ഇവിടെ പിഴഞ്ഞു വീണാൽ ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ മരണാനന്തര ജീവിതം എന്റെ യേശുവിനോടൊത്തായിരിക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ എത്രവർക്ക് കഴിയും? Praise the Lord, praise the Lord, praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി മരണത്തെ ഭയമില്ലാത്ത ഗ്രൂപ്പുകാരാണ് നമ്മൾ. ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? വിശ്വാസികൾ മരണത്തെ ഭയമില്ല. ആണോ? ദേവദാസന്മാര് പറഞ്ഞു ആമേന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര പേര് ആമേൻ പറഞ്ഞു? മരണത്തെ ഭയമില്ലടാ. മരണത്തെ പേടിയില്ലേ? ഹല്ലേലൂയ. പക്ഷെ വിശ്വാസികളെ മരണത്തെ ഭയക്കരുത്. മരണത്തെ ഭയമില്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളാണ്. എത്ര പേരുടെ കൂടെ ഉണ്ട്? 70 മില്യൺ ആൾക്കാർ, ദശലക്ഷം ആൾക്കാർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മാറി. അവരുടെ തല വെട്ടിമാറ്റി, അവരുടെ ശരീരത്തെ ഈർച്ചമായി കൊണ്ട് അറുക്കപ്പെട്ടു, അവരെ കല്ലെറിഞ്ഞു കൊന്നു. ഞാൻ ഈ അടുത്തവരെ സുഡാനി കണ്ടു. വലിയ കുഴിവെട്ടി JCB കൊണ്ട് അത് വലിയ ഒരു കുഴിവെട്ടിയിട്ട് ക്രിസ്ത്യാനികളെ മുഴുവനും അതിനകത്ത് ഇറക്കി നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, സുഡാന് കിഴക്കോട്ട് നോക്കി കലിമ ചൊല്ലാൻ. പക്ഷെ ഒരൊറ്റ വ്യക്തി പോലും കിഴക്കോട്ട് നോക്കി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ വീഡിയോ കാണുമ്പോ അതിനകത്ത് കരയുന്നവരുണ്ട്, പക്ഷെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടു. പച്ചയ്ക്ക് ഭൂമിയിൽ കുടിച്ചു മൂടുമ്പോഴും താൽക്കാലികമായി രക്ഷപ്പെടലിന് വേണ്ടി കയറി പോകാമായിരുന്നു അവർക്ക്. പക്ഷേ ജീവനോട് ആ പച്ച മണ്ണിനകത്ത് അവർ കുഴിച്ചിടപ്പെട്ടതിന്റെ കാരണം എന്തറിയാമോ? അവർക്ക് മരണത്തെ ഭയമില്ല. ഹല്ലേലൂയ. ഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെ തീർത്തു കളയുമെന്നൊക്കെ ആളുകൾ വീമ്പ് പറയുമ്പോൾ ഞങ്ങൾ ചിരിച്ചു പോകാറുണ്ട്. കാരണം ഞങ്ങളുടെ സഭ എന്ന് പറയുന്നത് ആയുധമേന്തുന്ന സഭയല്ല. ഓ ഹല്ലേലൂയ. എന്നും സത്യാഗ്രഹം ഇരിക്കുന്ന സഭയല്ല. ഞങ്ങൾ കല്ലെറിയുന്ന ഗ്രൂപ്പല്ല. ഞങ്ങളുടെ സഭ എന്ന് പറയുന്നത് രക്തസാക്ഷികളാൽ അവരെ രക്തം ചീന്തി ഉണ്ടായ സഭയാണ്. മരണത്തെ നമുക്ക് ഭയമില്ല. ആരൊക്കെ ഭരിച്ചാലും ആരൊക്കെ വെല്ലുവിളിച്ചാലും ദൈവസഭയ്ക്ക് ഭയമില്ല. കാരണം അവരുടെ നാഥൻ ഹല്ലേലൂയ അവരുടെ നാഥനായ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തം ഹല്ലേലൂയ നമുക്കതിന്റെ വിലയറിയാം. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് ശക്തിയോടെ ഒന്ന് സ്തുതിച്ചാരാധിക്കട്ടെ. Praise the Lord. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഓരോ 5 മിനിറ്റിലും രക്തസാക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ച് കഴിയുമ്പോ ഇവിടെ 12 രക്തസാക്ഷികൾ വീണിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവർ മരണത്തെ ഭയക്കാതിരിക്കുന്നത്? അവർക്കറിയാം ഞാൻ മരിച്ചാലും പ്രശ്നമില്ല. ഹല്ലേലൂയ. അവരിങ്ങനെ വിളിച്ചു പറയും, കൂടാരമായ ഭൗമഭവനം
അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എത്രവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? സഹോദരങ്ങളെ, ഈ കൂടാരമായ ഈ ശരീരം നശിച്ചു പോയാൽ, ഹല്ലേലൂയ, അഴിഞ്ഞു പോയാൽ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ, കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്ന ദൈവമക്കൾ അതരങ്ങൾ തുറന്നു ശക്തിയോടെ ഒന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ആ പ്രത്യാശയുള്ളവർക്ക് അതരങ്ങൾ അടച്ചു വെക്കരുത്. ഈ രാത്രി ഈ ശരീരം അഴിഞ്ഞു പോക, ഈ ശരീരം ചീഞ്ഞു പോക, ഈ ശരീരം ദ്രവിച്ചു പോക എന്ന കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിൽ ഉണ്ടെന്ന് ഹല്ലേലൂയ അറിയുന്നവർക്ക് അതരങ്ങളെ തുറക്കാം. അല്ലാത്തവർ വായടച്ചിരിക്കട്ടെ. നമ്മുടെ ഈ ശരീരം ചീഞ്ഞു പോകുന്നതാണ്. ഈ ശരീരം ചീഞ്ഞു പോകുന്നതാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നമ്മൾ വലിയ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ്. ഞാൻ 2 സ്പ്രേ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ബോഡി സ്പ്രേ അടിച്ചു, വേറൊരാൾ തന്ന ഒരു അറേബ്യൻ സ്പ്രേ അതും കൂടെ അടിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അതിന് കാരണം ആഡംബരമൊന്നുമല്ല, വേർപ്പുനാട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അത് അനുഭവിക്കരുത്, അത്രയേ ഉള്ളൂ ലക്ഷ്യം. പക്ഷെ ഈ ശരീരം നമ്മൾ എത്രമാത്രം സംരക്ഷിച്ചാലും ഈ ശരീരം നാറുന്ന ശരീരമാണ്. നമ്മൾ വില കൂടിയ വസ്ത്രമൊക്കെ ഇട്ട് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് പൗഡർ ഇട്ട് ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഈ ശരീരം, പ്രീസലോ, ഇതിന് വലിയ വിലയൊന്നുമില്ലടോ. 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിനകത്ത് ഈ ശരീരത്തിന് വില ഇട്ടേക്കുന്നത് 8 രൂപ 45 പൈസയാണ്. പോട്ടെ, ഇപ്പൊ അങ്ങോട്ട് കേറി വന്നാൽ 30 വർഷത്തിന് മുമ്പല്ലേ, അങ്ങനെ വന്ന ഒരു 10-250 രൂപയൊക്കെ ആകാം. എന്നാലും ബീഫിന്റെ അത്രയും വിലയില്ല. ദൈവത്തിന് സ്തോത്രം. മട്ട വാങ്ങാൻ പോയാൽ എത്രയാ? 1 കിലോയ്ക്ക് എത്ര കിട്ടും? ഞാൻ അടുത്തിടെ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. 1000 രൂപ അടുത്തിടെ മട്ടൻ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് 1000 രൂപയെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. കുറച്ച് 60% ഇത് വെള്ളമാണ്, കുറച്ച് പൊട്ടാസ്യം ഉണ്ട്, കുറച്ച് സൾഫർ ഉണ്ട്, മഗ്നീഷ്യം കുറച്ചുണ്ട്, ഹല്ലേലൂയ, ഫോസ്ഫറസ് ഉണ്ട്, അയൺ ഉണ്ട്. ഈ ഭൂമിയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഇതെല്ലാം ഈ ശരീരത്തുള്ളത്. അല്ലാതെ നമ്മൾ അങ്ങ് കുരങ്ങ നിന്നും രൂപാന്തരം വന്നിങ്ങനെ വാല് തേഞ്ഞ് മനുഷ്യക്കുരങ്ങായി, പിന്നെ ആൾക്കുരങ്ങായി, ഗോറില്ലയായി, നമ്മളങ്ങ് മനുഷ്യനായെന്നാണ്. ഇപ്പൊ അതാരും പഠിപ്പിക്കുന്നൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡാർവിന്റെ സിദ്ധാന്തം ഭയങ്കര പ്രാധാന്യമാണ്. ഞാൻ ചിലരോട് ചോദിക്കാം, നിങ്ങളുടെ വല്യപ്പൻ കുരങ്ങാണെന്ന് പറയുന്നതിൽ സന്തോഷിക്കുന്നുണ്ടോ? എന്റെ വല്യപ്പൻ ഗോറില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇതൊരു മനുഷ്യന്റെ ഒരു സങ്കല്പം മാത്രമാണ്. പക്ഷെ ദൈവം പറഞ്ഞു, മനുഷ്യനെ ഉണ്ടാക്കിയത് ഭൂമിയിൽ നിന്നാണ്. ഇവനെ മെനഞ്ഞത് കൊണ്ട് ഇവന്റെ ശരീരത്തിൽ ഈ മണ്ണിന്റെ ആവശ്യമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശരീരത്തിന് വിലയില്ല. പക്ഷെ അപ്പോളോ ഹോസ്പിറ്റലുകാർ ഇട്ടിരിക്കുന്ന അവർ സൈറ്റിൽ കയറിയപ്പോ ഞാൻ കണ്ട വില ഭയങ്കര വിലയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോടിക്കണക്കിന് രൂപയുടെ വിലയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ എന്തിനാ അവർ അങ്ങനെ വില ഇട്ടത്? ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോ എൻ്റെ കാലില് ഒരു നീ ക്യാപ്പ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കാലൊന്ന് ഡിസ്ലൊക്കേറ്റ് ആയി. വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്ലൊക്കേഷൻ നടന്നതാണ്. ഇപ്പോൾ ഒരു പരസ്യയോഗത്തിന് ഒരു ബോക്സ് എടുത്ത് താഴോട്ട് വെച്ചപ്പോൾ എൻ്റെ കാലങ്ങ് തിരിഞ്ഞുപോയി. പാസ്റ്റർ സാമോനിയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. MRI സ്കാൻ എടുത്തപ്പോൾ എൻ്റെ നമ്മുടെ ഈ മുട്ടുകൾക്കിടയില് മുകളിലത്തെ തുടയലിനും താഴത്തെ എല്ലും തമ്മിൽ യോജിക്കുന്ന ആ ജംഗ്ഷന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന കവറാണല്ലേ മുട്ട. അപ്പൊ അതിനകത്ത് ലെഗമെന്റ് ഉണ്ട്,
പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു റബ്ബർ ബുഷ് പോലെയുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്. അതെൻ്റെ കാലിൽ അങ്ങ് രണ്ടായി കീറിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതികഠിന വേദനയായിരുന്നു, അതികഠിന വേദന. അപ്പൊ 2 ഡോക്ടർമാരെ കണ്ടപ്പോൾ അവര് പറഞ്ഞു, ഇതിന് ഓപ്പറേഷൻ ചെയ്യണം പാസ്റ്ററെ, 1,00,000 രൂപ വേണം. നോക്കേ, ആ കാലൊന്ന് മുറിച്ച് 3 സ്റ്റിച്ച് ഇടുന്നതിനാണ് ഈ മുറിഞ്ഞു പോയ ആ റബ്ബർ ബുഷ് പോലിരിക്കുന്ന സാധനം ഒന്ന് കുത്തിക്കെട്ടുന്നതിനാണ് 1,00,000 രൂപ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞിരംകുളത്ത് ഒരു കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ വന്നിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച. അപ്പോ ആ കാഞ്ഞിരംകുളം ഞങ്ങളുടെ സെക്ഷന്റെ കൺവെൻഷൻ ആയിരുന്നു. പകല് ഒരു ശക്തമായ ഒരു യൂത്ത് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഞാൻ രാവിലെ വരുമ്പോ കാലിന് നല്ല വേദനയായിട്ടാ വന്നത്. പക്ഷെ അതിനകത്ത് നടന്നൊരു ആത്മപകർച്ച. ജനത്തിന് മാത്രമല്ല വിടുതലുണ്ടായത്, എന്റെ മുട്ടുകൾക്ക് വേദന മാറത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനിടയായി. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നവൻ തന്നെയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കണ്ടോ, സൗഖ്യം എന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാം കര ഉയർത്തി. നിത്യതയെ കുറിച്ച് പറഞ്ഞാൽ ചില പുള്ളികൾ കര താത്തിട്ടിരിക്കുന്ന ഞാൻ കണ്ടു. ഹല്ലേലൂയ. എനിക്ക് വീണ്ടും രോഗം ഉണ്ടാകാം, വീണ്ടും ഹല്ലേലൂയ പ്രശ്നം ഉണ്ടാകാം. ഹല്ലേലൂയ. പക്ഷേ ഈ രോഗത്തെക്കാൾ വലുതാണ് നമ്മുടെ നിത്യത എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു സൗഖ്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ജനുവരി മാസം 23-ാം തീയതി രാത്രിയില് ഞാന് തൃക്കണ്ണാപുരത്തെ ചർച്ചക്കോടിന്റെ സുവിശേഷ യോഗത്തിന് പ്രസംഗിച്ചിട്ട് ഞാനും സാമൂലിയും കൂടെ വീട്ടിൽ ചെന്നപ്പോ ഹല്ലേലൂയ, എന്റെ നെഞ്ചിന് കഠിനമായ വേദന, ഭയങ്കര വേദന. ഞാൻ നെഞ്ചത്തൊക്കെ ഇടിക്കാൻ തുടങ്ങിയപ്പോ ഗ്യാസ് പോയപ്പോ എന്റെ ചിന്ത ഏതോ ഒരു ഗ്യാസ് പ്രോബ്ലം ആണെന്നാണ് ചിന്ത. പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഭയങ്കര വേദന. ഹല്ലേലൂയ. 4 മണിക്ക് എന്റെ മകൻ ഡൽഹിക്ക് പോവുകയാണ്. ഞാൻ അവനോട് പറഞ്ഞില്ല, പറഞ്ഞാൽ അവൻ യാത്ര ക്യാൻസൽ ആക്കും. അതുകൊണ്ട് അവൻ പൊയ്ക്കോട്ടെന്ന് വിചാരിച്ചു. അവനെ കൊണ്ടുപോയി ഈ വേദനയോടെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ വിട്ടു. ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വേഗത്തിൽ ഹോസ്പിറ്റലിൽ പോകാം. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ ECG എടുത്തപ്പോൾ ഭയങ്കര വേരിയേഷൻ. ഡോക്ടർ പറഞ്ഞു വേഗത്തിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അന്ന് വൈകുന്നേരത്ത് റാന്നിയിൽ കൺവെൻഷൻ ഉണ്ട്, അടുത്ത ദിവസം നമ്പിയാതിയിലുണ്ട്, അടുത്ത വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയും ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കണം. ഇതെല്ലാം എന്റെ മനസ്സിലൂടെ ഇങ്ങനെ വരികയാണ്. കർത്താവേ, ഈ കൺവെൻഷൻ എല്ലാം പോയി പ്രസംഗിക്കാനുള്ള ഇപ്പോൾ ഞാൻ ചെന്ന് കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ അവരെന്നെ പിടിച്ച് ഹോസ്പിറ്റലിലാക്കും. കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ വന്ന രാത്രി ഞാൻ മറക്കില്ല. അന്ന് ശക്തമായ ഒരു ആത്മപകർച്ച നടന്നു. ഞാൻ സ്റ്റേജിൽ ഇരുന്ന ഹല്ലേലൂയ ആ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എത്ര നേരം ആരാധിച്ചെന്ന് എനിക്കറിയില്ല. ആരാധന കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉറപ്പ് വന്നു, എന്റെ നെഞ്ചിന്റെ എന്തോ അസ്വസ്ഥത വിട്ടുമാറി എന്ന് ഞാൻ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അതിനു മുമ്പ് എന്റെ അനുജനോട് പറഞ്ഞിരുന്നു, എന്റെ കസിൻ ബ്രദറിനോട് പറഞ്ഞിരുന്നു, നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടന്റ് അബ്ദുൽ സലാം സാറിനെ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അച്ഛൻ ചൊവ്വാഴ്ച രാവിലെ വന്ന് കാണുന്നത്. ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് എന്ന് വീണ്ടും ECG എടുത്തു. ECG എടുത്ത് രാവിലെ സാറിനെ കാണാൻ ചെന്നു. അദ്ദേഹമാണ് കാർഡിയോളജിയുടെ ഹെഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യത്തെ സ്കാനിങ് നോക്കിയിട്ട്, ആദ്യത്തെ ECG നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, താങ്കൾക്ക് അറ്റാക്ക് ആയിരുന്നു. രണ്ടാമത്തെ ECG നോക്കിയിട്ട് പറയുന്നു, ഇയാൾക്ക് ഒരു കുഴപ്പവുമില്ല. ഹലോ, അസൂയ ഇല്ലാത്തവരൊന്ന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കർത്താവ് വിശ്വസ്തനാണ്. സൗഖ്യമാക്കാൻ കഴിവുള്ളവനിന്റെ മധ്യ ഉണ്ട്. എനിക്ക് സൗഖ്യം നൽകിയ കർത്താവ് ഇതിന് മധ്യ ഉണ്ട്. ഹല്ലേലൂയ.
പക്ഷെ ഈ രോഗങ്ങൾ വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട്, ഈ ഭൂമി ജീവിക്കുന്നത് കൊണ്ട് രോഗങ്ങൾ പല നിലകളിൽ, അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രി രോഗമില്ലാത്ത ആ നാട്ടിലേക്ക്, ഹല്ലേലൂയ, അപകടമില്ലാത്ത ആ നാട്ടിലേക്ക് നീ പോകാൻ റെഡിയാണോ? ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുന്നത്. അതരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്രവർക്ക് കഴിയും? ഹല്ലേലൂയ. ശക്തമായി ദൈവത്തെ സ്തുതിക്കാൻ എത്രവർക്ക് കഴിയും? ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ഈ രാത്രി നമ്മൾ കരങ്ങൾ അടിക്കുന്നത് പോലും ദൈവത്തെ സ്തുതിക്കാൻ അടിക്കുന്നത്. അതിനൊന്ന് ഈ കരം അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കോടിക്കണക്കിന് രൂപയാ അപ്പോളോ ഹോസ്പിറ്റലിൽ പറഞ്ഞത്. നമ്മുടെ മുട്ടൊന്ന് മാറ്റാൻ ചെല്ലണം, ഹാർട്ടൊന്ന് മാറ്റാൻ ചെല്ലണം, കരള് മാറ്റാൻ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ നമ്മുടെ വില മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു വിലയുമില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. രാമേ പറയാൻ എത്രവർക്ക് കഴിയും? ഞാനോട് പറയാം, ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ദശലക്ഷക്കണക്കിന് പുഴുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓടി വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3-ാം ദിവസം മൂക്കുത്തിയൊക്കെ ഇട്ട് അണിയിച്ചൊരുക്കുന്ന ആ മൂക്ക് ചീയാൻ തുടങ്ങും. ഹല്ലേലൂയ. 6-ാം ദിവസം നഖങ്ങൾ പൊഴിയാൻ തുടങ്ങും. 9-ാം ദിവസം സ്ട്രെയിറ്റൻ ചെയ്ത തലമുടി അത് പൊഴിയാൻ തുടങ്ങും. ഹല്ലേലൂയ. കണ്ണു ചെയ്യാൻ തുടങ്ങും, മാംസം ചെയ്യാൻ തുടങ്ങും, എല്ലുകൾ അകന്നു മാറാൻ തുടങ്ങും. 1 വർഷം കഴിയുമ്പോൾ നീയാകുന്ന അസ്തിത്വം അവിടെ കാണത്തുപോലുമില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്നെ വിലയുള്ളതാക്കുന്നത് നിന്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവാണെന്ന് എത്ര ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഈ രാത്രി, ഹല്ലേലൂയ, ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നത് ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇന്ന് രാത്രിയുടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഒരുപക്ഷെ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണെന്ന് അവർ ശക്തമായി ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള ജീവിതത്തില് പരിമിതമായ ജീവിതം കൊണ്ട്, ഹല്ലേലൂയ, അതുകൊണ്ട് തീർന്നു എന്ന് ചിന്തിക്കരുത്. നിത്യമായ ഒരു ജീവിതം നിനക്ക് മരണത്തിനപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഗ്രഹിക്കുന്നവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് നോക്കിയാൽ മരണം കഴിഞ്ഞാൽ പോകുന്ന 2 സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലാസർ മരിച്ചപ്പോൾ പോയത് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് പഴയ നിയമത്തിലെ അബ്രഹാം പിതാവിന് വലിയ മടിയാണെന്ന് ആരും ചിന്തിക്കരുത്. ഈ ലോകത്തുള്ള ആളുകളെല്ലാം കൊണ്ടുവന്ന് ഇരുത്തുന്ന വലിയ മടി അല്ല. തൽമൂദിൽ പറയുന്നത്, അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് മരിച്ചുപോയവർ ആശ്വസിക്കുന്ന സ്ഥലം. കുറച്ചുകൂടെ പറഞ്ഞാൽ നമ്മൾ ഈ വാക്ക് കേട്ടിട്ടുണ്ട്, പറുദീസ. ഹല്ലേലൂയ. ആ പറുദീസയാണ് ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവും ക്രൂശിന്മേലായിരുന്നപ്പോ തന്റെ അടുക്കൽ ഉണ്ടായിരുന്ന കള്ളം പറഞ്ഞു, കർത്താവേ, രാജ്യത്വം പ്രാപിക്കുമ്പോൾ നീ എന്നെ കൂടെ ഒന്ന് ഓർക്കണം. ഉടനെ കർത്താവ് പറഞ്ഞു, എന്താ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ക്രിസ്തുഭക്തന്മാരോട് എനിക്ക് പറയാനുള്ളത്, മരിച്ചാൽ ഉടനെ അങ്ങ് സ്വർഗത്തിലൊന്നും അല്ല ചെല്ലുന്നത്. ദൈവം നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന ഒരു വിശ്രമ സ്ഥലമുണ്ട്. ഒരാമയും പറയാൻ എത്രയൊക്കെ കഴിയും? ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടി തോന്നുന്നുണ്ടോ? ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഭയങ്കര ബോറടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഗൗനിക്കുന്നതേ ഇല്ല. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല.
അങ്ങനെ ഇരുന്നോ, ഒരു കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അവര് ജ്ഞാനികളാണെന്നുള്ള ഇരിപ്പാ. ഇത് ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല, ഈ ഉറപ്പ് നൽകിയത് കർത്താവാ. ദൈവത്തിന് സ്തോത്രം. ആ ക്രൂശിക്കിടന്ന കള്ളനോട് പറയുക, എന്താ പറഞ്ഞേ? നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഒരാമയും പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തമായ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഈ രാത്രി മരിച്ചാൽ നമ്മുടെ ആത്മാവ് എവിടേക്കാ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെയാണ്? യോബിന്റെ പുസ്തകം 14:10 പറയുകയാണ്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെയാണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? പലർക്കും അറിയില്ല, എവിടേക്കാ പോകുന്നത് എന്നറിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആളുകൾ വിമുഖത കാണിക്കാറ്. ശരിയല്ലേ പാസ്റ്റർ? ദിവസങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ഓരും പറയാറില്ല. വരുന്ന ഉടനെ ഭയങ്കര സൗഖ്യം നടക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സൗഖ്യമൊക്കെ നടന്നോട്ടെ. ഹല്ലേലൂയ. ഈ യോഗം കഴിഞ്ഞ 2 ദിവസം കർത്താവിദാസന്മാർ ശക്തമായി ശുശ്രൂഷിച്ചു എന്ന് എനിക്കറിയാം. ഇന്നലെ ഹീലിംഗ് നടന്നു എന്ന് എനിക്കറിയാം. ദൈവം അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷേ ഈ രാത്രി ക്രിസ്തുഭക്തൻ മരിച്ചാൽ നീ പോകുന്ന സ്ഥലത്തെ കുറിച്ചൊരു ഉറപ്പുണ്ടാകണം. ആമേൻ. ഏത് സ്ഥലത്താണ് നീ പോകുന്നത്? പറുദീസ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. ഒരു വിശ്രമ സ്ഥലമുണ്ട്. അതുകൊണ്ട് ആ ദാനിയേലിനോട് ദൈവം പറയുക, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരുമെന്ന് ഹല്ലേലൂയ ദൈവം ആ ദാനിയേലിനോട് പറയുക. ഒക്കെ വിശ്രമത്തിന് പോകാനാണ് ദാനിയേലിനോട് ദൈവം പറയുന്നത്. ഒടുവിൽ കാലാവസാനമാകുമ്പോ നിനക്കൊരു ഓഹരി വെച്ചിട്ടുണ്ട്, അത് പ്രാപിപ്പാൻ നീ എഴുന്നേറ്റു വരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ മടി എന്ന് പറയുമ്പോ പഴയ നിയമകാലത്തിലെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ആ പഴയ നിയമ ഭക്തന്മാരുടെ ആ പറുദീസയാണ്, അവരുടെ വിശ്രമ സ്ഥലമാണ്. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ശേഷം അതൊക്കെ വചനം പറയുന്നത് ഹല്ലേലൂയ അവിടുത്തെ മരണത്തിനു ശേഷം പാതാളത്തിലേക്ക് ഇറങ്ങി, പാതാള പറുദീസയിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. അവിടെ നിന്ന് തന്റെ വിശുദ്ധന്മാരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. ഹല്ലേലൂയ. എഫേസ്യലേഖനം 4-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് അവൻ ഭക്തന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ഇറങ്ങി എന്ന് വരുന്നില്ലല്ലോ. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. ഹല്ലേലൂയ. എന്തിനാ കർത്താവ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നത്? അവിടെ ചെന്നിട്ട് പറയുക, അവിടെ പ്രസംഗിച്ചെന്നല്ല, പ്രൊക്ലമേഷൻ എഴുതിയിരിക്കുന്നത് പ്രഖ്യാപിച്ചു. ആ പഴയ നിയമ ഭക്തന്മാരോട് അവിടെ നിന്ന് പ്രഖ്യാപിക്കുക, ഞാൻ മരണത്തെ ജയിച്ചവൻ, ഹല്ലേലൂയ, പാപത്തെ തോൽപ്പിച്ചവൻ, പിശാചിന്റെ തലയെ തകർത്തവൻ, ഞാൻ ജയാളിയായി വന്നിരിക്കുന്നു എന്ന് ആ ഭക്തന്മാരോട് ഉറക്കെ പ്രഖ്യാപിക്കുക എന്നെ യേശു ചെയ്തു. Praise the Lord. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ മരണഭയം പാടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് പറയുക, അദ്ദേഹം ഇങ്ങനെ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2 വാക്യങ്ങൾ പറയുക, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരത്തിന് മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ
പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലേഖനം ഇടുന്നതിന് 14 സംവത്സരത്തിന് മുൻപ് ഈ മനുഷ്യൻ കല്ലേറേറ്റ് അദ്ദേഹം മരിച്ചവനെ പോലെ, അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്, മരിച്ചവനെ പോലെ ആയിരുന്ന സമയത്ത് ശിഷ്യന്മാർ 4 വർഷം ചുറ്റിലും നിന്നു. ആ സമയം വേദപണ്ഡിതന്മാർ പറയുന്ന ആ സമയം അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ സ്ഥലത്തെ കുറിച്ചാണ് പറഞ്ഞത് പറുദീസ എന്ന് പറഞ്ഞത്. നമുക്ക് പറുദീസ എന്ന് വേദപുസ്തകം പറയുമ്പോൾ 3-ാം സ്വർഗമാണെന്ന് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ തിരിച്ചറിയാം. അല്ലെങ്കിൽ അത് അവിടെ എങ്ങനെയാ ചെന്നെന്ന് അയാൾക്ക് അറിയില്ല. ശരീരം കൂടാതെയാണോ ശരീരം കൂടെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോ മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ കൂടാത്ത, പറയാൻ പാടില്ലാത്ത, ഹല്ലേലൂയ, നോക്കുക, ഇവിടെ പറയുന്നത് വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. നോക്കുകയെ, മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഭാഷകളുള്ള ഒരു സ്ഥലത്ത് എത്തിയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്രപേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അതരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ക്രൈസ്തവ ഭക്തൻ മരിച്ചാൽ അവൻ കടന്നു പോകുന്ന സ്ഥലമാണ് പറുദീസ എന്ന് പറയുന്ന സ്ഥലം. ആ വിശ്രമ സ്ഥലത്തേക്ക് ഞാൻ പോകാൻ ഒരുക്കമാണെന്ന് എത്രപേർക്ക് കഴിയുന്നുണ്ട്? അവിടെ പൗലോസ് ഉണ്ട്, അവിടെ പത്രോസ് ഉണ്ട്, അവിടെ യോഹന്നാനുണ്ട്, അവിടെ യാക്കോബുണ്ട്, അവിടെ സ്തെഫാനോസ് ഉണ്ട്. അവരൊക്കെ വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് ഞാനും ചെല്ലുമെന്ന് ഉറപ്പ് പറയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്ന് ഒരു ദിവസം നമ്മൾ പറന്നുയരുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തില് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തു. വേദപുസ്തകം പറയുന്നത് മരണം, ഹല്ലേലൂയ, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അത് മായയാണെന്ന് പറയുന്നില്ല. അതിനെ വിളിക്കുന്നത് നിദ്രയെന്ന് വിളിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ ഒരു ദിവസം, ഹല്ലേലൂയ, ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുമെന്ന് പറയാൻ തന്റെ ഇടമുള്ളവരെ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ അതരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പോകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം അറിയാവുന്നവരെല്ലാം ചേർന്ന് പറയണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. നോക്കൂ, പറുദീസയിൽ വിശ്രമിക്കുന്ന നമുക്ക് മുമ്പേ വാങ്ങിപ്പോയ ഭക്തന്മാരവർ വിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി കർത്താവിന്റെ വരവാണെങ്കിൽ എനിക്ക് മുമ്പേ, ഹല്ലേലൂയ, അവർ ഉയർത്തെഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇവിടെ കയറി വരുവീ എന്ന ശബ്ദം ഉയരുമ്പോ, ഹല്ലേലൂയ, നമുക്ക് മുമ്പേ വാങ്ങിപ്പോയ, നമുക്ക് മുമ്പേ കടന്നുപോയ ക്രിസ്തുഭക്തന്മാർ, ഹല്ലേലൂയ, അവർ രൂപാന്തരം പ്രാപിച്ച്, ഹല്ലേലൂയ, അവർ തേജസ്സുള്ള ശരീരത്തോടെ കയറി വരും. ഇവിടെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ആളുകൾ ആ കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കിനിടയിൽ രൂപാന്തരപ്പെട്ട് അവർ പറന്നുയരും. ആ പ്രത്യാശയുള്ളവർ അവരങ്ങനെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ.
ഈ പ്രത്യാശയാണ് നമ്മുടെ മരണഭയത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ പ്രത്യാശ നമ്മുടെ മരണഭയത്തെ മാറ്റുന്നു. അതുകൊണ്ടാ ചങ്കൂറ്റത്തോടെ ആളുകൾ തലവെച്ചു കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയും, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എനിക്കെന്തുണ്ട്? ജീവന്റെ കിരീടം. ഒരു കിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിന്നെ നോക്കി പുച്ഛിച്ചവരുണ്ട്, നിന്റെ നിറം നോക്കി പുച്ഛിച്ചവരുണ്ട്, നിന്റെ കുടുംബം നോക്കി പുച്ഛിച്ചവരുണ്ട്. യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ കുടുംബത്തിൽ പലരും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പലയിടത്തും ചെല്ലുമ്പോൾ നിന്നെ അപമാനിച്ചിട്ടുണ്ട്. പലപ്പോഴും നിനക്ക് മാന്യത കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ ഈ ഭൂമിയിലുള്ള വീടല്ല മാന്യത, ഇവിടെ കിട്ടുന്ന കാറല്ല മാന്യത, ഇവിടെ കിട്ടുന്നതെല്ലാം ഹല്ലേലൂയ മാന്യതയാണെന്ന് പറയാമെങ്കിലും ഹല്ലേലൂയ നീ മാനിക്കപ്പെടുന്നത് അക്കരെ നാട്ടിൽ എത്തുമ്പോഴാണ്. രഥം തുറന്ന് ഹല്ലേലൂയ ശക്തമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? അവിടെ ചെല്ലുമ്പോഴാണ് വില എന്താണെന്ന് നമ്മൾ അറിയുന്നത്. പാട്ടുകാരൻ പാടുന്നത്, അങ്ങേ കരയിൽ ചെല്ലുമ്പോ അങ്ങനല്ലേ ആ പാട്ട്? വില എന്താണെന്ന് നാം അറിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കരയിൽ ഒരു വിലയും നിനക്ക് തന്നിട്ടില്ലായിരിക്കാം, അപമാനിച്ചിരിക്കാം, കളിയാക്കിയിരിക്കാം, ഹല്ലേലൂയ മതവിദ്വേഷികളെന്നൊക്കെ വിളിച്ചിരിക്കാം. എന്നാൽ അക്കരെ ചെല്ലുമ്പോ എനിക്ക് ജീവകിരീടം കിട്ടുമെന്ന് ഉറപ്പുള്ളവർ പറഞ്ഞാട്ടെ. ഒരു നീതിയുടെ കിരീടം എനിക്ക് കിട്ടുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? വാടാത്ത കിരീടം കിട്ടുമെന്ന് പറയാൻ തന്റെ ഇടമുള്ളവർ എത്ര പേരുണ്ട്? അതരംഗ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ഒരാള് വീണ സ്ഥലം ഏതെന്നറിയാമോ? യാതനാ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷ യോഗം ആ യാതനാ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്നതാണ് സുവിശേഷ യോഗം. ഹല്ലേലൂയ. യേശു കള്ളം പറയുമോ? ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല. യേശു പറയാ, ധനവാൻ മരിച്ചപ്പോ അവൻ അവിടെ കിടന്നോണ്ട് പറയാ, ഇവൻ മേലോട്ടൊന്ന് നോക്കിയപ്പോഴവൻ ഞെട്ടിപ്പോയത്. പലരും എപ്പോഴാ ഞെട്ടുന്നറിയാവോ? ദൈവത്തിന് സ്തോത്രം. അവിടെ ചെല്ലുമ്പോഴാണ് ഞെട്ടുന്നേ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ എങ്ങനെയാണ്? മരിച്ച ഒരു കപ്പിയാര് നരകത്തിൽ ചെന്നു. താഴോട്ട് നോക്കിയപ്പോ പള്ളി ശുശ്രൂഷിച്ച ഉപദേശി അവിടെ കിടപ്പുണ്ട്, പാസ്റ്ററെ അവിടെ കിടപ്പുണ്ട്. ഉടനെ ഇതേപോലെ, അയ്യോ ഉപദേശി എന്താ ഇവിടെ? ഉപദേശിയല്ല പ്രസംഗിച്ചത്, അക്കരെ ചെല്ലുമെന്നൊക്കെ. ഉടനെ ഉപദേശി പറഞ്ഞു, എടാ മിണ്ടല്ലേ, താഴെ അച്ഛൻ കിടപ്പുണ്ട്. ഇയാൾ ഓടിച്ചെന്ന് സ്നേഹിച്ച് അച്ഛനെ കണ്ടു. അച്ചോ, എടാ മിണ്ടല്ലേ, താഴെ തിരുമേനി കിടപ്പുണ്ട്. നോക്കിയേ, അച്ഛനും കപ്പിയാരും പാസ്റ്ററും തിരുമേനിമാരെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വെള്ളയിട്ട ഡ്രസ്സും ധരിച്ച് നല്ല ബുള്ളറ്റേല് നടന്ന് ആ ഭയങ്കര പരിപാടിയൊക്കെ നടത്തി പോയ ചിലരൊക്കെ, എല്ലാരും അല്ല കേട്ടോ, എല്ലാ അച്ഛന്മാരും അല്ല, എല്ലാ ഉപദേശിമാരും അല്ല, ചിലരൊക്കെ അവിടെ ചെന്ന് കിടക്കുന്ന ഒരവസ്ഥ വരും. എന്താ കാര്യം എന്നറിയാവോ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അന്നാള് ചിലര് വന്നു പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തോ ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ വീരവാദം പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോ കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവനെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീനെന്ന് ഞാൻ തീർത്തു പറയും. അങ്ങനെ എഴുതിയിരിക്കുന്നത് ആ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ അങ്ങനെ തീർത്തു പറയും. എന്താ കാര്യം എന്നറിയാം?
അറിയാമോ? ഹല്ലേലൂയ. കർത്താവ് നൽകിയ കൃപ പ്രശസ്തിക്ക് ഉപയോഗിച്ച നീ അവിടെ കിടക്കത്തില്ല. ഹല്ലേലൂയ. രോഗശാന്തി ശുശ്രൂഷ നല്ലതാണ്, പക്ഷേ അത് പേര് വർദ്ധിക്കാനാണെങ്കിൽ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്നലെ പ്രസംഗിച്ച സ്ഥലത്ത് 25-30 പേരേ ഉള്ളൂ. ഇന്ന് ആണെങ്കിൽ 100-100 പേരെ ഇപ്പൊ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഊരമ്പി പ്രസംഗിക്കാൻ വന്നു. ഒരു 10,000-3000 പേരിരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. നോക്കൂ, ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്നത് ചിലരെ പ്രസംഗിക്കാൻ വിളിച്ചാൽ എത്ര പേര് കാണുമെന്ന് ചോദിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രാവച്ചമ്പലം സഭയില് ശുശ്രൂഷിക്കാൻ വന്നത്. അപ്പൊ അവിടുത്തെ പാസ്റ്റർ ഞാൻ ഈ ഒരാളെ വിളിച്ചു. പുള്ളിയോട് വിളിച്ചപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു, എത്ര പേര് വരും? പുള്ളി പറഞ്ഞു, ഞാൻ എല്ലാ ആവശ്യത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഉച്ചയ്ക്ക് ചോദിച്ചു, എത്ര പേര് വരും? ഫിഷലോ ഹല്ലേലൂയ. ആളെണ്ണമല്ലല്ലോ കർത്താവിന് പ്രാധാന്യം. കർത്താവ് ഒറ്റയ്ക്ക് ചെന്നല്ലേ ആ ശമരിയക്കാരിയെ മാനസാന്തരപ്പെടുത്തിയത്. ആ ശമരിയക്കാരത്തെ മാനസാന്തരപ്പെടുത്തിയ യേശുവിന്റെ ശിഷ്യൻ എന്തിനാ ഇത്ര VIP ചമയുന്നേ? ഹല്ലേലൂയ. യേശു ഉള്ളത് കൊണ്ടാണ് നമ്മൾ VIP ആയത്. രാമയം പറയാൻ എത്രവർക്ക് കഴിയും? നോക്കുക, ഹല്ലേലൂയ. ദൈവം തന്ന ദാനമല്ലേ ഈ രോഗശാന്തി? ദൈവം തന്ന ദാനമല്ലേ ഈ ഭൂതത്തെ പുറത്താക്കിയത്? ദൈവം തന്ന ദാനമല്ലേ പ്രവചിച്ചത്? ഹല്ലേലൂയ. അത് കർത്താവ് തിരികെ എടുത്താൽ നീ ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞോണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗ്രഹിക്കുന്നവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. നോക്കൂ സഹോദരങ്ങളെ, യാതനാസ്ഥലത്ത് വീഴാതിരിക്കണമെങ്കിൽ നീ സൂക്ഷിച്ചു കൊള്ളണം. വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായത്തിലാണ് വചനം പറയും, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിന് കാണുകയില്ല. ശക്തമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ശുദ്ധിയില്ലാത്ത ഒറ്റ ഒരുത്തനും അവിടെ കാണത്തില്ല. വിശുദ്ധിയില്ലാത്ത ഒറ്റ ഒരുത്തനും അവിടെ കാണത്തില്ല. അതുകൊണ്ട് സൂക്ഷിക്കണേ ഈ ജീവിതം. ഈ ജീവിതം നമുക്ക് ദൈവം നൽകിയത് പരിപാവനമായി നൽകിയിരിക്കുന്ന ജീവിതമാണ്. ഇത് കളഞ്ഞു കുളിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിങ്ങൾ മടങ്ങി വരട്ടെ. യാതനാസ്ഥലം എന്ന് എഴുതിയിരിക്കുക. ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഇവന്റെ വാക്കുകളിൽ കാണുന്നുണ്ട്. അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടവൻ ഒറ്റ വിളി, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. നോക്കിയേ ആ സ്ഥലത്തിന്റെ പ്രത്യേകത നോക്കിയേ. അബ്രഹാമിന്റെ മടിയിലിരുന്ന് ലാസർ ആശ്വസിക്കുമ്പോ ഇവൻ കിടന്ന് എന്താണ്? വേദന അനുഭവിക്കുന്നു. 2 ദാഹം അനുഭവിക്കുന്നു. അടുത്തത് ജ്വാലയിൽ തീജ്വാലയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഈ പാവപ്പെട്ടവന്റെ ആഗ്രഹമുണ്ട്, അവിടെ നിന്ന് ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണം. കർത്താവ് പറയുക, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു പിളർപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ചില പാവങ്ങളെ പഠിപ്പിക്കുന്ന പരിപാടിയുണ്ട്. ഇവിടത്തെ ഭൂമിയിലെ പ്രാർത്ഥനകൾ കൊണ്ട് ആളുകളെ അങ്ങ് പിടിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമെന്ന് ആളുകൾ ധരിച്ചു വെച്ച് പല പ്രാർത്ഥനകൾ നടത്താറുണ്ട്. 7-ന്റെ അന്ന് 40-ന്റെ അന്ന് ഒക്കെ ചൊല്ലി അവരെ സ്വർഗത്തിലോട്ട് വിടാൻ ഞങ്ങളുടെ നാട്ടിൽ കുറെ ആളുകളുണ്ട്. ഇതൊക്കെ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. ഈ ഭൂമിയിൽ വെച്ച് നീ ചെയ്തത് നല്ലതായാലും തീയതായാലും നിനക്ക് ഒരു പ്രതിഫലം തരുന്ന ദിവസമുണ്ട്. കുഞ്ഞേ, ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ട, നീ പാപം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ഏറ്റുപറയാൻ തയ്യാറായാൽ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായാൽ, നീ യാതനാസ്ഥലത്ത് വീഴാതെ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ആ പർവ്വത
പറുദീസയിലേക്ക് ഇന്ന് രാത്രി നീ ചേർക്കപ്പെടും. മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്? അതറങ്ങ് തുറന്നു ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ സ്ഥലം എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അവരെ നേരെ അങ്ങ് എങ്ങോട്ട് പോയില്ല, സെൻട്രൽ ജയിലിൽ പോയിട്ടില്ല. ഇപ്പൊ ഇവിടെ കിടക്കുന്ന എവിടെയാ? സബ് ജയിലില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ വലിയ വെള്ളസിംഹാസനത്തിന്റെ ഒരു ന്യായവിധി ദിവസമുണ്ട്. എനിക്കതൊക്കെ വിശദീകരിക്കാൻ വലിയ ആഗ്രഹമാണ്, പക്ഷെ സമയമില്ല. എന്താ, സകല മനുഷ്യരെ ന്യായം വിധിച്ച ശേഷം അവനെ തള്ളിയിടുന്ന ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. ആ സ്ഥലത്തിന്റെ പേര് എന്താ? നിത്യ നരകം. നിത്യ നരകം. ഹല്ലേലൂയ. ആ നിത്യ നരകം ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള ആ നിത്യ ഗന്ധക പൊയ്കയിൽ നീ പോകാതിരിക്കാനാണ് ഹല്ലേലൂയ ഈ വചനം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തിക്ക് ഹല്ലേലൂയ ആ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് പറന്നുയരാൻ കഴിയുമ്പോ ഹല്ലേലൂയ കർത്താവില്ലാതെ പോയാൽ അവൻ പോയി വീഴുന്ന സ്ഥലമാണ് ഹല്ലേലൂയ നിത്യാഗ്നിയുള്ള സ്ഥലം. ഗന്ധകം കത്തുന്ന പൊയ്ക, ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള സ്ഥലം. ഞാനിപ്പോ പറഞ്ഞപ്പോ ഒരു കോൺട്രാക്ടറി ആയിട്ടുള്ള വേട പറഞ്ഞത്. ഹല്ലേലൂയ. തീക്കകത്ത് വീണ ചാകാത്ത പുഴുക്കളുണ്ടോ? ഇന്ന് വരെ തീക്കകത്ത് വീണാൽ ചാകുന്ന പുഴുക്കളേ ഉള്ളൂ. പക്ഷെ ഞാൻ തെളിയിക്കാം, ഈ ചൂടുവെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ചതാണ്. പക്ഷേ ആ ചൂടിനെ അതിജീവിക്കുന്ന ജീവികളിനകത്തില്ലേ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കൊറോണയെ കൊല്ലാൻ നമുക്ക് കഴിഞ്ഞില്ല. ചൂടുവെള്ളം തിളപ്പിച്ചിട്ടും അതിനെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ വേദപുസ്തകം പറയുന്നു ചാകാത്ത പുഴുവുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ തീയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വീഴാനല്ല ഹല്ലേലൂയ ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ള നാട്ടുകാരെ, ഞങ്ങൾ ഇവിടെ യോഗം നടത്തുന്നത് ആ നിത്യ നരകത്തിലേക്ക് നീ പോകാതിരിക്കാനാണ്. ഞങ്ങൾ ഇന്ന് രാത്രി യേശുവിനെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യനിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം. കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമൊരുക്കിയവനാണ് എൻ്റെ യേശു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ ഭാരത ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വര സന്നിധാനത്തിലെത്തില്ല, ഭഗവത് സന്നിധാനത്തിലെത്തില്ല. പടച്ചോന്റെ സന്നിധാനത്തിൽ എത്തണമെങ്കിൽ യേശു എന്ന ഏക വഴിയിലൂടെ വരാൻ പറ്റും. ഈ ശ്രീ യേശു ആരാണ്? ഹല്ലേലൂയ. ദൈവമായിരുന്നവൻ, ദൈവസ്വരൂപത്തിൽ ഇരുന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു. എന്തിനാ യേശു ഈ ലോകത്തിലേക്ക് വന്നത്? പാപത്തിലായിരിക്കുന്ന ജനത്തെ രക്ഷിക്കാൻ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുമ്പോൾ ആ പാപത്തിന്റെ ഫലമായി വചനം വിളിച്ചു പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആ നിത്യ മരണത്തിൽ ഞാൻ പറഞ്ഞ മരണം ശാരീരിക മരണമല്ല, ഒരു നിത്യ മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്.
ആ നിത്യമരണത്തിന് രക്ഷിക്കാൻ ഇവിടത്തെ മതത്തിന് കഴിയില്ല, ഇവിടത്തെ പള്ളികൾക്ക് കഴിയില്ല, ഹല്ലേലൂയ, ഇവിടത്തെ ആ ഇസങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ആ മരണത്തിന് വിടുവിക്കാനുള്ള ഏക മാർഗം യേശു മാത്രമാണ്. ആ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ ആര് തയ്യാറായാലും ആ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. യേശു എങ്ങനെയാ രക്ഷ ഒരുക്കിയെന്നറിയാമോ? ഹല്ലേലൂയ, നീ വില കൊടുത്തിട്ടല്ല, നിന്റെ പണം മുടക്കിയിട്ടല്ല, നീ ചെയ്ത പുണ്യപ്രവൃത്തികളാലല്ല, നീ ചെയ്ത സകല പ്രവൃത്തികളും കറപുരണ്ട തുണികൾ മാത്രമാണ്. എന്നാൽ യേശു ചെയ്ത പ്രവൃത്തി എന്താ? ഞാൻ നിങ്ങളെ ഗത്സമന തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഗത്സമന തോട്ടത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരുവൻ കമിഴ്ന്നു കിടപ്പുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവന്റെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികളല്ല വരുന്നത്. ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ നന്നായി വിയർത്തു നിൽക്കുകയാ. എന്റെ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ ആ ചെറിയ എന്റെ ശരീരത്തിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ വിയർപ്പ് പുറത്തേക്ക് വന്നപ്പോ ആ ഗത്സമന തോട്ടത്തിൽ കമഴ്ന്നു കിടന്ന് കരഞ്ഞ എന്റെ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികളാണ് പുറത്തു വന്നത്. ഞാനൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക, ശരീരത്തിലെ കാപ്പിലറി കുഴലുകൾ സമ്മർദ്ദം മൂലം പൊട്ടിപ്പോയാൽ ശരീരത്തിനകത്തു നിന്ന് രക്തം ഈ വിയർപ്പ് കണങ്ങൾ പുറത്തു വരുന്ന ദ്വാരങ്ങളിലൂടെ പുറത്തു വരാം. ഹല്ലേലൂയ, എന്റെ യേശു അനുഭവിച്ച ആ സമ്മർദ്ദം എന്താ? ഹൈപ്പർ പ്രഷർ എന്താ? എന്റെയും നിങ്ങളെയും പാപത്തിന്റെ ഭാരം ചുമന്നതാണ് എന്റെ യേശു അനുഭവിച്ച ഹൈപ്പർ ടെൻഷൻ. ഹല്ലേലൂയ, അവിടുന്ന് ചുമന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഭാരമില്ലാതെ ഇതിനകത്ത് വന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകുന്നത്. നീ എവിടെ നിന്നാ സമാധാനം പ്രാപിച്ചത്? ഭാരത്തോടെ വന്നപ്പോ നിന്റെ ഭാരത്തെ എടുത്തു മാറ്റി നിന്നെ സ്വതന്ത്രനാക്കിയ ഒരു കർത്താവിന്റെ മധ്യമുണ്ട്. അവൻ നിന്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട്, പാപം ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രി നീ സ്വതന്ത്രമായി ദൈവത്തെ ഇതിനുള്ളിൽ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കുറെ പേർ അവന്റെ അടുക്കലേക്ക് തീവട്ടികളും ആയുധങ്ങളുമായി വന്നു. ഒരുത്തൻ ഓടി വന്ന് അവനെ ചുംബിച്ചു, അവനെ കാണിച്ചു കൊടുത്തു. ഉടനെ അവന്റെ കയ്യിൽ ബന്ധനങ്ങൾ വീണു. അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനെ മതകോടതിയിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് രാത്രി ആ മതപുരോഹിതന്മാരുടെ നടുക്കൽ വെച്ച് നടുവിൽ നിന്നുകൊണ്ട് അവന്റെ കന്നത്തടിച്ചു, അവന്റെ രോമം പിച്ചി പറിച്ചു, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ഈ രാത്രി ഈ സൗഭാഗ്യം തന്നത് യേശു ആണെന്ന് പറയാൻ എത്രകൊണ്ട് കഴിയും? പോരാ ശബ്ദമുയർത്തി ദൈവത്തെ ശ്രമിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അർഹതയില്ലാത്ത കൃപ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതിനകത്ത് വന്നിരിക്കാൻ നിനക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു. പക്ഷേ എന്റെ യേശു അനുഭവിച്ച വേദനയുടെ കാഠിന്യത എത്ര വലുതാണ്. എന്റെ കൂടെയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ യോഗത്തിന്റെ അവസാനം ഒന്ന് വെറുതെ ഇരിക്കാനല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ യേശു ഹല്ലേലൂയ അവന്റെ മുഖത്താഞ്ഞടിച്ചു, അവന്റെ രോമം പിഴുതെടുത്തു. തലയിലെ ഒരു മുടി പിഴുതാൽ എന്ത് വേദനയായിരിക്കും? അവന്റെ രോമം പിഴുതെടുത്തപ്പോ അവൻ അനുഭവിച്ച വേദന എത്ര വലുതാണ്. ഹല്ലേലൂയ, നമ്മുടെ മുഖത്ത് കാർക്കിച്ചൊരു തുപ്പൽ വീണാൽ എന്തൊരു അസ്വസ്ഥതയാണ്. അവന്റെ മുഖത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ തുപ്പൽ തെറിച്ച് ചിലരുടെ ശരീരത്തിൽ വരുമ്പോൾ അസ്വസ്ഥതയോട് നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോ, അവനെ അപമാനിച്ചപ്പോ, അവൻ ഇതെല്ലാം സഹിച്ചത് നിത്യ നരകത്തിലേക്ക് പോകേണ്ട നിന്നെ രക്ഷിക്കാനാണ് യേശു സഹിച്ചത്. ഹല്ലേലൂയ. അവിടെ നിന്ന് ലോക കോടതിയിലേക്ക് പറഞ്ഞയച്ചു. പീലാത്തോസിന്റെ അടികളെ കൊണ്ടുപോയി. അവൻ ഹെരോദാവിന്റെ അടുക്ക പറഞ്ഞയച്ചു. വീണ്ടും പീലാത്തോസിന്റെ അടികളേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവനെ വിസ്തരിച്ചപ്പോൾ ഈ കോടതികളെല്ലാം പറഞ്ഞു, അവനിൽ പാപമില്ല, ഇവൻ കുറ്റക്കാരനല്ല. പക്ഷെ ആക്രോശിക്കുന്ന ഒരു കൂട്ടം ജനം അലറി വിളിക്കുകയാണ്, അവനെ ക്രൂശിക്കണം. അവർക്കൊന്ന് സമാധാനപ്പെടാനാണ് അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റി. കുഞ്ഞേ,
കാലിൽ ഒരു ചെറിയ മുള്ളുകൊണ്ടാൽ നിനക്ക് എത്രമാത്രം വേദന വരും. അങ്ങനെയാണെങ്കിൽ 2 ഇഞ്ച് വരെ നീളമുള്ള ആ മുൾക്കിരീടം തലയിലേക്ക് വെച്ച് കോലുകൊണ്ട് അടിച്ചു കയറ്റിയപ്പോ ചിലര് പറയുന്നത് അത് ആഴ്ന്നിറങ്ങി കണ്ണിൽ വരെ വന്നെന്നൊക്കെ ആളുകൾ എനിക്കറിയില്ല. പക്ഷേ അവൻ അനുഭവിച്ച വേദന കാഠിന്യമേറിയതായിരുന്നു. അവനെ കോലുകൊണ്ട് അടിച്ചു. പിന്നെ മാർമച്ചം വരെയുള്ള ഒരു പാറമേൽ കെട്ടിയിട്ട് പോലെ വളച്ചു നിർത്തി പാറക്കഷ്ണങ്ങളും ശൂന്തകളും കൊളുത്തുകളും ഹല്ലേലൂയ അസ്ഥികളുമുള്ള ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആ ചാട്ട കൊണ്ട് തുകലുകൊണ്ട് നിർമ്മിച്ച ആ ചാട്ട കൊണ്ട് ഹല്ലേലൂയ അവനെ അടിച്ചപ്പോൾ ആമേൻ അവന്റെ ശരീരത്തിൽ നിന്ന് അസ്ഥികളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങി മാംസം പറഞ്ഞു മാറിയപ്പോൾ അനുഭവിച്ച വേദനയുടെ വലിപ്പം നിനക്കറിയാമോ? അവന്റെ ശരീരം മുഴുവനും ഉഴവുചാൽ കീറുന്നത് പോലെ അവൻ അടിയേറ്റത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? പാവം ചെയ്ത നിനക്ക് വേണ്ടി. പാവത്തിന് രക്ഷിക്കാൻ എന്റെ യേശു അടിയേറ്റ് തകർക്കപ്പെട്ടപ്പോ അവന്റെ ക്രൂശീകരണം പറയുമ്പോ അതരം അടച്ചു വെക്കരുത്. അവനോട് സ്നേഹമുള്ളവരുടെ അതരമൊന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ശക്തമായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ശമന ഹസ്തര ദിയാലബ ഓ റിഗമലബ ശാന്തരദിയാലബ. കുഞ്ഞേ ഹല്ലേലൂയ. അവനെ ക്രൂശിക്ക എന്ന് അലറി വിളിച്ചപ്പോ 70 മുതൽ 80 കിലോ ഭാരം വരെയുള്ള ആ ക്രോസ് എടുത്ത് അവന്റെ തോത്ത് വെച്ചു അവൻ വീണ്ടും എഴുന്നേറ്റും പോകുന്ന കാഴ്ച കൊണ്ട് അവൻ ബലഹീനനായിരുന്നു. അവൻ എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ട് എന്റെ യേശു വീണത് നിനക്ക് വേണ്ടിയാണ്. അവൻ നിലത്ത് വീണത്. കുറേനക്കാരനായ ശിമോൻ അവൻ വയലിൽ കയറി വന്നപ്പോ അവനെ നിർബന്ധിച്ചു. കാരണം ഈ ക്രൂശ് ചുമക്കുന്നത് ശാപമാണ്. പക്ഷെ അവൻ നിർബന്ധിക്കപ്പെട്ടത് കൊണ്ട് അവൻ ആ ക്രൂശ് ചുമന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവൻ വീട്ടിൽ ചെന്നപ്പോ അവന്റെ മക്കൾ ചോദിച്ചു, അലക്സാണ്ടറും രൂപോസും ചോദിച്ചു, അപ്പാ ഈ ശരീരത്തിൽ കിടക്കുന്ന രക്തം ഏതാ? അവൻ പറഞ്ഞു കാണും, നീതിമാന്റെ രക്തമാണ്, പാപമില്ലാത്തവന്റെ രക്തമാണ്. ആ രക്തം വീണ ശിമോനെ ദൈവം മറന്നു കളഞ്ഞില്ല. അവന്റെ മക്കളെ ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കി. ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂപോസിനെ ഉയർത്തിയ കർത്താവ് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ ഉയർത്താൻ, നിന്നെ മാനിക്കാൻ, നിന്നെ ആദരിക്കാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ അതരങ്ങളെ തുറക്കട്ടെ. ശമന ഹതര ബൗഡ മന സന്തര ദിയാലബ. ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാണ്. ദൈവത്തെ സ്തുതിച്ചാരാ. എന്റെ യേശുവിനെ ആ ഗോൽഗോഥയിലേക്ക് കൊണ്ടുപോയി കുരിശ് നിലത്തേക്ക് ഇട്ടു. അവനെ തള്ളി നിലത്തേക്ക് ഇട്ടു. ഞാൻ വായിച്ച പുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കും കയ്യിൽ ഇവിടെയാണ് ആണി അടിച്ചത്. നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിൽ അതാണ് കാണുന്നത്. പക്ഷേ 70-80 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ അങ്ങനെ ആണി അടിച്ചാൽ അത് കൈ പറഞ്ഞു പോരും. പക്ഷെ അവനെ ആണി അടിക്കുന്ന ഈ ഭാഗത്താണ്. ഈ കണങ്കയുടെ ഇടയ്ക്കൊരു അസ്ഥികൾക്കിടയിൽ ഒരു ദ്വാരമുണ്ട്. അവിടെ ആണി അടിച്ച് കയറ്റുമ്പോൾ ഈ ഞരമ്പ് ബ്ലോക്കാവും. രക്തപ്രവാഹം നിലയ്ക്കും. ആ കൈക്കകത്തേക്ക് പച്ചക്ക് ആണി അടിച്ച് കയറ്റിയിട്ട് അടുത്ത ദ്വാരത്തിലേക്ക് കൈ എത്തില്ല. ഉടനെ ഒരു കയറിട്ട് കെട്ടും, എന്നിട്ട് വലിക്കും. അപ്പുറത്ത് ആണി അടിച്ച് വെച്ചിരിക്കുന്ന കൈ അസ്ഥിയോടെ വലിയാൻ തുടങ്ങും. ഇപ്പുറത്ത് ആ ദ്വാരത്തിലെത്തുന്നിടം വരെ അവർ കയറുകൊണ്ട് വലിക്കും. പച്ച മാംസത്തോട് ദയയില്ലാതെ അവർ എന്റെ യേശുവിനെ ഉപദ്രവിച്ചപ്പോൾ നീ അനുഭവിക്കേണ്ട വേദന
എന്റെ യേശു ചുമക്കുകയായിരുന്നു. അവന്റെ കയ്യിലാണി അടിച്ചു. വീണ്ടും 2 കാലുകൾ തളർത്തിയിട്ടിട്ട് ഒന്നിനുമേൽ ഒന്ന് കാല് വെച്ച് ആണി അടിച്ചു കയറ്റി. അങ്ങനെ അവനെ ആ കുഴിയിലേക്ക് ഇട്ടപ്പോ അവന്റെ സകല പേശികളും ഏപ്പുകളും ആദ്യം. അങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് ശ്വാസം എടുക്കണമെങ്കിൽ കാലിങ്ങനെ ഊന്നി വരണം. ആണിയിൽ ഒന്നിച്ചാണി അടിച്ചു കിടക്കുന്നവൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും. കൈ വലിച്ചു വേണം മുകളിലോട്ട് ശ്വാസം എടുക്കാൻ. ആണിയിൽ തൂങ്ങിക്കിടക്കുന്നവൻ, ശരീരം മുഴുവനും അടിയേറ്റു വാങ്ങിയവൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ടു. ഇന്ന് രാത്രി യേശുവിനെ കുറിച്ച് പറയുമ്പോ തിരുമേശയുടെ അടുക്കൽ വന്ന് നിസ്സംഗതയോടിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, യേശു ഈ വേദന അനുഭവിച്ച് എന്തിനെന്നറിയാമോ? ഈ നിത്യ നരകത്തിൽ നിന്നെ പിടിച്ചു കയറ്റ്. ആ കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറയാൻ എത്രവർക്ക് കഴിയും? യേശുവേ, എന്റെ വേദന അങ്ങ് സഹിച്ചതിന് നന്ദി എന്ന് പറയാൻ എത്രവർക്ക് കഴിയും? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞെ, നീ നിത്യ നരകത്തിലേക്ക് പോകേണ്ട, യാതനാസ്ഥലത്ത് പോകേണ്ട വ്യക്തിയാണ്. പക്ഷെ നിന്നെ രക്ഷിക്കാൻ യേശു തകരപ്പെട്ടെങ്കിൽ ആ യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്, നീ എന്റെ അരികിലൊന്ന് വരാമോ? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവ സന്നിധാനത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? Praise the Lord. Hallelujah, hallelujah, hallelujah. ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്ന എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുകയാണ്. ഈ രാത്രി കർത്താവിന് ഹൃദയം കൊടുക്കാൻ എത്ര പേർക്ക് ആഗ്രഹം? നിനക്ക് വേണ്ടി എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. എന്റെ ഹൃദയം, എന്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി തരാമെന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മനോഹരം ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി യേശുവിനെ ഹൃദയം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ സ്നേഹിക്കുക. എല്ലാം ഒരു നിമിഷക്കാലം അടച്ചാൽ അടുത്തടുത്ത് നിൽക്കുന്ന കരങ്ങളെ ഒന്ന് കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ ശക്തമായി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കാനല്ല, ഗൗരവമായ സമയമാണ്. എന്താ പ്രാർത്ഥിക്കണം എന്നറിയാമോ?
ഈ രാത്രി വചനം കേട്ട ചിലരുടെ ഹൃദയം ഒന്ന് തുറക്കപ്പെടാൻ എല്ലാവരും പ്രാർത്ഥിച്ചാൽ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാൽ പോരാ. ഈ ശബ്ദം പോരാ, ശബ്ദമുയർത്തി യേശുവേ, ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിച്ച ഈ വചനം ചില ജീവിതങ്ങളുടെ ഹൃദയം തുറക്കട്ടെ, ചില ജീവിതങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളെ വിട്ടിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഈ രാത്രി ഞാൻ പറയുന്നു, എന്നെ സൗഖ്യമാക്കിയ കർത്താവ് ഇതിന് മധ്യമുണ്ട്, ഇതിന് മധ്യമുണ്ട്. എന്നെ സൗഖ്യമാക്കിയ കർത്താവിന് മധ്യമുണ്ട്. ഞങ്ങൾ പറയാ, ഒരു ദുഃഖനായിരുന്നു ഞാൻ. എന്റെ അതിരത്തെ തുറന്ന കർത്താവിന്റെ മധ്യമുണ്ട്. എന്റെ അസ്ഥികൾക്ക് ബലം നൽകിയ കർത്താവിന്റെ മധ്യമുണ്ട്. എന്നെ സൗഖ്യമാക്കിയ കർത്താവിന്റെ മധ്യമുണ്ട്. വചനം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതിനകത്ത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ സൗഖ്യമാക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ട് നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന, നിങ്ങൾക്ക് വിടുതൽ നൽകുന്ന ഒരു കർത്താവിന്റെ മധ്യ വന്നിട്ടുണ്ട്. കരങ്ങളെ താഴ്ത്തിയിട്ടാട്ട് അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാട്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ശക്തമായി ഞാൻ ആരാധിച്ചപ്പോ എന്റെ ശരീരത്തിന് വിടുതൽ വ്യാപരിച്ചെങ്കിൽ ഇന്ന് ദൈവദാസന്മാർ പാട്ട് ലീഡ് ചെയ്യുമ്പോ ഹല്ലേലൂയ, നിങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങി വരും. എന്റെ കരം തൊട്ടില്ലെങ്കിലും കർത്താവ് നിങ്ങളെ തൊടും. അതരങ്ങൾ തുറന്ന് ശക്തിയോടെ ആരാധിക്കാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ, ശക്തമായി ഈ രാത്രി കരങ്ങളെ ഉയർത്തിയ അവരെ സൗഖ്യമാക്കണം. അങ്ങനെ വിടുതലിന്റെ കരം ഈ നിമിഷം അവരുടെ ശരീരത്തിലേക്ക് Thank you.
നിൽക്കുന്ന നിൽപ്പിൽ കൊണ്ട് നമ്മുടെ കണ്ണുകളിടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് രാത്രിയിൽ തന്റെ വിഷയത്തിന് നമ്മുടെ നടുവിലേക്ക് അയച്ച് പരിശുദ്ധിയാത്മാവ് മാറാത്ത സുവിശേഷം കൈമാറിയല്ലോ. രാത്രി ചില ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടല്ലോ. അനേകരുടെ പേര് ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടല്ലോ. അഗ്രിമെന്റിൽ വന്നവര് കൂടാരങ്ങൾ ഭവനങ്ങളിൽ നിന്ന് കേട്ടവിടെ മേല് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടല്ലോ. വിശേഷാൽ അഭിഷേകത്തിലെയും തന്റെ ശുശ്രൂഷകളെ മടക്കി യാത്രയല്ല ദൈവം മാനിക്കുവാൻ കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിക്കുക. അപ്പോൾ തന്നെ ഈ ദൈവ സഭ ഈ 3 ദിവസത്തെ മീറ്റിംഗിന് വേണ്ടി അവരെ തങ്ങളെ തന്നെ സമർപ്പിച്ച് അവരുടെ നന്മകള് ദേശത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വാരി വിതറിക്കൊണ്ട് ഈ ദിവസങ്ങൾ ഒരുക്കിയ ദൈവ സഭയെ അഭിഷേകത്തിലെ കുടുംബത്തെ അല്ലെങ്കിൽ ദൈവകരങ്ങളെ കേൾപ്പിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഈ 3 ദിനരാത്രങ്ങൾ അഭിഷേകന്മാരോട് ആലപിക്കപ്പെട്ടല്ലോ. അവരെല്ലാവരും ദൈവകരങ്ങളെ ടീമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. രാത്രിയിൽ അല്ലെങ്കിൽ ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് ദൈവവചനം ശ്രമിച്ച ഈ 3 ദിനരാത്രങ്ങൾ ദൈവവചനം ശ്രമിച്ച ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഹല്ലേലൂയ ഇവിടെ കടന്നു വരാതെ ഭവനങ്ങളിലിരുന്ന് വേദനയോട് രോഗത്തിന്റെ നടുവിലിരുന്ന് ഭാരങ്ങളുടെ നടുവിലിരുന്ന് കേട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം കാണിച്ച ഈ മീറ്റിംഗിന്റെ ചെലവിന് വേണ്ടി ദൈവമക്കൾ അർപ്പിക്കപ്പെട്ടത് ദൈവകരങ്ങളെ കേൾപ്പിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അധികാരമുള്ള നിങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ സുവിശേഷ മഹായോഗം ഈ 3-ാമത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തീകരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കാലാവസ്ഥ അവിടെ നിന്ന് അനുകൂലമാക്കി തന്നതിന് സ്തോത്രം ചെയ്യുന്നു. തന്റെ ജനത്തെ അങ്ങ് കൂട്ടിച്ചേർത്തതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തെ അങ്ങ് ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയെ കുടുംബങ്ങളെയും അഭിഷേകത്തിനെയും ഇതിനു വേണ്ടി കർത്താവ്
ഉപയോഗിച്ചത് നന്ദി പറയുന്നു. കഴിഞ്ഞ 2 ദിനരാത്രങ്ങള് അഭിഷക്തന്മാരെ അയച്ച് ശക്തമായി ഉപയോഗിച്ചത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയില് തന്റെ ഭക്തനെ അയച്ച് മാറാത്ത സുവിശേഷത്തെ കൈമാറുകയാണ്. ഞങ്ങൾ നന്ദിയോട് വാഴ്ത്തുന്നു. എല്ലാവരും തൃക്കരകളെ കേൾപ്പിക്കുന്ന കർത്താവേ, ഈ ദേശത്തെ ഇവിടെ നിന്ന് കടാശിച്ചല്ലോ, അവരോട് മനസ്സലിഞ്ഞല്ലോ, അതിന് ഞങ്ങൾ നന്ദിയോട് വാഴ്ത്തുന്ന കർത്താവേ. ശബ്ദം വെളിച്ചമല്ല, അങ്ങ് നിയന്ത്രിച്ചല്ലോ. അല്ല ഗാനങ്ങള് അഭിഷക്തന്മാരിലൂടെ നൽകിയ സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയില് തങ്ങളുടെ ജീവിതങ്ങൾ ആരും അറിയാതെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചവര്, പാവങ്ങളെ ഏറ്റുപറഞ്ഞവര്, മാനസാന്തരപ്പെട്ടവര് ഇന്ന് രാത്രി ദൈവകരങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവ് അവരെ അങ്ങ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവില് മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം പുകഴ്ചയോ അങ്ങേക്ക് അർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആശീർവാദത്തിനാ നമ്മുടെ തലകളെ വണക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാനെ മനസ്സലിയുടയ അന്നനം നിനക്കാവേ മനസ്സലിയുടയ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധിയാത്മാവിന്റെ കൂട്ടായ്മ രാത്രിയില് കടന്നു വന്ന ശുശ്രൂഷിച്ച മടങ്ങുന്ന വിഷയത്തോടും കർത്താവെ കടന്നു വന്ന ദൈവജനത്തോടും ഗായിക സംഘത്തോടും ഈ ദേശനിവാസികളോടും ഇവിടുത്തെ ദൈവസഭയോടും കർത്താവിന് 2ാം വരയോട് മാറിക്കമാറകട്ടെ. ആമേ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മകറ്റ അമ്മേ കർത്താവ് യേശുവേ വേഗം വരണമേ. സമാധാനത്തോടെ കടന്നു പോവാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ കടന്നു ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന് ആമേൻ. സഭയുടെ ചേർന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. സമാധാനത്തിന് കടന്നു. ആമേൻ. Praise the Lord. Hallelujah.